സമാവാത്തും ഗുണത്തിലേറി പെരുന്നാളിന് ശേഷം സന്തോഷത്തോടെയുള്ള ഈ യാത്ര ഒരിക്കലും മരണത്തിൽ കലാശിക്കുമെന്നുള്ളത് ആരും തന്നെ ഒരിക്കലും കരുതിയിട്ടുണ്ടാവുകയില്ല. പ്രകൃതിയുടെ കാഴ്ചകൾ ആസ്വദിക്കുന്നതിനിടയിൽ പതിഞ്ഞിരുന്ന ഈ ഒരു അപകടം ഒരിക്കലും ആ ഒരു ചെറുപ്പക്കാരനും പ്രതീക്ഷിച്ചിട്ടുണ്ടാവുകയില്ല. ഒരുമിച്ച് കളിച്ച് ഒരുമിച്ച് പഠിച്ചു വളർന്നവരാണ് ആ മരണപ്പെട്ട ആസിഫും സുഹൃത്തുക്കളായ ആസിഫും സിനാനും. പെരുന്നാളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലും ഇഫ്താർ സംഗമത്തിലുമെല്ലാം മുൻപന്തിയിലുണ്ടായിരുന്നവരാണ് ഈ 3 പേരും. ആഴ്ചകൾക്ക് മുമ്പാണ് സാബിർ വിദേശത്ത് നിന്നും നാട്ടിലേക്ക് എത്തുന്നത്. വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുകയുമായിരുന്നു. അതിനിടയിലാണ് സാബിറിനെ തേടി മരണമെത്തുന്നത്. പെരുന്നാളിന് ശേഷം കോഴിക്കോട് ആയഞ്ചേരി സ്വദേശികളായ 3 പേരും ഊട്ടിയിലേക്ക് വിനോദയാത്ര പുറപ്പെടുകയായിരുന്നു. അവിടെ കാഴ്ചകൾ കണ്ട് തിരിച്ചു പോരുന്നതിനിടയിലാണ് കൂടല്ലൂരിലുള്ള സൂചിമല കാണുവാൻ വേണ്ടി ഇവർ തീരുമാനമെടുക്കുന്നത്. ആ ഒരു തീരുമാനമായിരുന്നു സാബിറിന്റെ ജീവനെടുക്കുവാൻ കാരണമായത്. വിനോദസഞ്ചാര കേന്ദ്രത്തിന്റെ കൂറ്റൻ പാറക്കെട്ടിന് സമീപത്ത് നിന്ന് ഫോട്ടോ എടുക്കുന്നതിനിടയിലായിരുന്നു അപകടം സംഭവിക്കുന്നത്. ഫോട്ടോ എടുക്കുന്നതിനിടെ സാബിർ താഴേക്ക് ഇറങ്ങിപ്പോവുകയായിരുന്നു. സാബിർ കടന്നൽ കുത്തേറ്റ് അലറി വിളിച്ചും കൊണ്ടുവരുന്ന കാഴ്ചയാണ് സുഹൃത്തുക്കൾ കാണുന്നത്. കൂട്ടത്തോടെയുള്ള കടന്നൽ ആക്രമണത്തിൽ സാബിർ അടിതെറ്റി വീഴുകയും ചെയ്തു. തുടർന്ന് സാബിറിനെ രക്ഷിക്കാനായി ആസിഫും സിനാനും ഓടിയെത്തിയെങ്കിലും സാബിറിന്റെ അടുത്തേക്ക് അടുക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. കടന്നൽ കൂട്ടം ഇരുവരെയും ആക്രമിച്ചതോടെ ഇരുവരും ഓടി രക്ഷപ്പെടുകയും ചെയ്തു. കൂട്ടത്തോടെയുള്ള കടന്നൽ ആക്രമണത്തിൽ സാബിറിന് വീണെടുത്തു നിന്നും എഴുന്നേൽക്കാനായില്ല. ഇരുവരും അറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തേക്ക് വനംവകുപ്പ് അധികൃതർ എത്തിയെങ്കിലും വനംവകുപ്പ് അധികൃതർക്കും സ്ഥലത്തേക്ക് പോകുവാൻ സാധിച്ചില്ല. ഫയർഫോഴ്സിനെ അറിയിക്കുകയും ഫയർഫോഴ്സ് എത്തി തീപ്പന്തം കത്തിച്ചും പ്രത്യേക വസ്ത്രം ധരിച്ചും കടന്നൽ കൂട്ടത്തെ ഓടിച്ചുമാണ് സാബിറിന്റെ അടുത്തേക്ക് എത്തിയത്. വനംവകുപ്പ് നിരോധനം ഏർപ്പെടുത്തിയ സ്ഥലമാണ് സൂചിമല വ്യൂ പോയിന്റ് എന്നാണ് പോലീസ് വ്യക്തമാക്കിയത്. അവിടെ പ്രവേശിച്ചതാണ് ഇവർക്ക് വിനയായത്. പക്ഷേ സ്ഥിരമായ സഞ്ചാരികൾ എത്തുന്ന ഒരു സ്ഥലം കൂടിയാണിത്. 1 ഇഞ്ച് പോലും സ്ഥലം ബാക്കിയാക്കാതെ കടന്നൽ കൂട്ടം സാബിറിനെ പൊതിഞ്ഞിരിക്കുകയാണ് എന്നാണ് അധികൃതർ വ്യക്തമാക്കിയത്. ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും സാബിറിന്റെ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. പ്രത്യേകിച്ചും ആസിഫും സിനാനും ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. ആസിഫ് കോഴിക്കോട് മിംസ് ആശുപത്രിയിലും ഞാൻ വയനാട്ടിലെ ആശുപത്രിയിലുമാണ് ചികിത്സയിലുള്ളത്. സാബിറിന്റെ മൃതദേഹം ഇപ്പോൾ ഗൂഡല്ലൂരിലെ സർക്കാർ ആശുപത്രിയിലാണുള്ളത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇന്ന് ബന്ധുക്കൾക്ക് വിട്ടു നൽകും. തിയോട്ടിൽ ഇബ്രാഹിംകുട്ടിയുടെയും സാബിറുടെയും മകനാണ് മരണപ്പെട്ട സാബിർ. ഈ യുവാവിന്റെ ഈ മരണം ഒരു നാടിനെ ഒന്നടക്കം ഞെട്ടിച്ചിരിക്കുകയാണ്. എല്ലാവിധ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക.